നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നാം പോരാടണം. എന്തുകൊണ്ട് പോരാടണം? നമുക്ക് ഒരു യുദ്ധമുണ്ട്. നാം പാത നേരെയാക്കണം. എന്തുകൊണ്ട് പാത നേരെയാക്കണം? കാര്യം നമ്മളുടെ പാത വളഞ്ഞതാണെങ്കിൽ അവിടെ ശത്രു ഒളിച്ചിരുന്ന് നമ്മെ ആക്രമിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, അവർ റെസ്പോൺസിബിലിറ്റി ടു ഡു ഓൾ ദീസ് തിങ്സ്. നമ്മളുടെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നാണ് വേദവസ്തം പഠിപ്പിക്കുന്നത്. ശരിക്കും ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ, വി ഹാവ് എ ടാർഗറ്റ്, വി ഹാവ് ട്രയൽസ് ആൻഡ് വി ഹാവ് എ ട്രാക്ക്. നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, നമുക്ക് ഒരു പോരാട്ടമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ട്രയൽ അല്ലെങ്കിൽ പരിശോധനകളുണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് എ ട്രാക്ക്. നമുക്ക് പോകാനുള്ളൊരു വഴിയുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ക്രമേണ പിന്നീടുള്ള സമയങ്ങളിൽ പറയാനായിട്ട് പരിശ്രമിക്കാം. നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഓട്ടത്തിൽ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ലക്ഷ്യം എന്താണെന്നറിയാതെ ഓടിയിട്ട് ഒരു അർത്ഥവുമില്ല. ഈ ലക്ഷ്യം നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത് വരെ, അല്ലെങ്കിൽ നമുക്കൊരു ആത്യന്തിക ലക്ഷ്യമുണ്ട്, അതിനിടയ്ക്ക് വേറെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ സീരിയസ് ആയിരിക്കത്തില്ല. ഈ ആത്യന്തിക ലക്ഷ്യത്തിന് മുമ്പുള്ള ചില ചില്ലറ ലക്ഷ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആത്യന്തിക ലക്ഷ്യം ചിലപ്പോൾ നമ്മൾ മറന്ന് പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകും. ഞാൻ ഒരു സ്റ്റോറി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ സ്പോർട്സ് കോട്ടായിൽ പോലീസ് ജോലി കിട്ടിയ ഒരു പോലീസുകാരൻ, അവനൊരു കള്ളനെ പിടിക്കാനായിട്ട് ഓടുകയാണ്. പക്ഷേ കള്ളനെ പിടിക്കാൻ ഓടിക്കഴിഞ്ഞപ്പോൾ കള്ളൻ ഓടി. അപ്പോൾ കള്ളനെ പിടിക്കാൻ ഇവൻ ഓടിയപ്പോഴത്തേക്ക് ഇവൻ്റെ അടുത്ത ലക്ഷ്യം എന്നറിയാമോ? എങ്ങനെങ്കിലും ഈ കള്ളനെ ഓട്ടത്തിൽ തോപ്പിക്കുക. കാര്യം ഇത്രയും നാളും അവൻ എന്താ ചെയ്തിട്ടുള്ളൂ? ഓടി തോപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ കള്ളനും നന്നായിട്ട് ഓടുകയാണ്. കള്ളനും ഓടുകയാണ്, പോലീസുകാരൻ പുറകെ ഓടുകയാണ്. അങ്ങനെ ഓടി 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 കള്ളൻ്റെ മുന്നേ കയറിയിട്ട് അവൻ നിന്ന് ചിരിച്ചോണ്ട് ഞാൻ ജയിച്ചെന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ വീട്ടിൽ പോയി. എന്തിനാ ഓടിയതെന്തിനാ? കള്ളനെ പിടിക്കാൻ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കള്ളനെ പിടിക്കാനാ ഓടിയെന്നുള്ള കാര്യം അങ്ങ് മറന്നുപോയി. ഒടുവിൽ കള്ളനെ ഓട്ടത്തിൽ തോൽപ്പിച്ച സന്തോഷത്തിൽ അയാൾ വീട്ടിൽ പോയി. ഇത് ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ കൃത്യതയോടുകൂടെ എബ്രായ ലേഖനകാരൻ പറയുന്നത്, ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്, ദ ടാർഗറ്റ്, ദി ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിൽ നിങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ച് നിങ്ങൾ ഓടുക എന്നാണ് അതിൻ്റെ കൃത്യമായ ട്രാൻസ്ലേഷൻ. വേറെ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ മറയാനായിട്ട് പാടില്ല. സ്വർഗത്തിലേക്ക് പോലും നിങ്ങളുടെ കണ്ണുകൾ എങ്ങോട്ട് മാത്രമായിരിക്കണം? യേശുവിലേക്ക് മാത്രമായിരിക്കണം. കാര്യം യേശുവാണ് നമ്മുടെ ടാർഗറ്റ്. യേശു ഒഴികെ മറ്റൊന്നും ഇടയ്ക്ക് കയറാനായിട്ട് പാടില്ല. ചില്ലറ നേട്ടങ്ങൾ കണ്ട് നോട്ടം തെറ്റരുത്. നമുക്കിന്ന് പറ്റുന്നതെന്നറിയാമോ? ചില നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നോട്ടം മാറിപ്പോകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഞാനിപ്പോൾ വന്ന് പ്രാർത്ഥിക്കുകയാണ്, ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്കൊരു വിസ ശരിയാകാനായിട്ട് പ്രാർത്ഥിക്കണം. പാസ്റ്റർ വന്നിട്ട് പ്രാർത്ഥിക്കുന്നു. വിസ ശരിയായി കഴിയുമ്പോൾ വിസ ശരിയായി എന്നുള്ള ആ ചില്ലറ നേട്ടം കൊണ്ട് ഇവൻ എന്തിനാ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചെന്നുള്ളത് ഇവൻ മറന്നു പോകുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഓട്ടത്തിൻ്റെ ടാർഗറ്റ് ഒരു വിസയല്ല. ആ വിസ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ ജയിച്ചെന്ന് പോലീസുകാരൻ പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിച്ച് പിടിച്ചെടുത്ത് എന്ന് പറഞ്ഞ് എല്ലായിടത്തും, പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഒരു ജോലിക്ക് വേണ്ടി വളരെ കരഞ്ഞപേക്ഷിച്ച് ഞാൻ 21 ദിവസം തുടർമാനമായി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച്, കർത്താവ് എനിക്കൊരു വിസ തന്നു എന്ന് സാക്ഷി പറഞ്ഞ് വീട്ടിൽ പോകുന്ന സ്റ്റേജ് ഒരു പരാജയത്തിൻ്റെ സ്റ്റേജാണ്. പോലീസുകാരൻ ഓട്ടത്തിൽ ജയിച്ചേച്ച് പോയ പോലെ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന ഏത് വലിയ നേട്ടങ്ങളും അത്രേ ഉള്ളൂ. നിങ്ങളുടെ കുഞ്ഞിൻ്റെ അസുഖം മാറാനായിട്ട് നിങ്ങൾ 16 ദിവസം അല്ലെങ്കിൽ 16 ഇല്ലല്ലോ അല്ലേ, 7, 3, 7, 14, 21, 40 അല്ലേ, അതിനിടയ്ക്കൊന്നും നമുക്ക് ഡേറ്റ് ഒന്നുമില്ല. ഇങ്ങനെയുള്ള 40 ദിവസത്തെ ഉപവാസം എടുത്ത് നിങ്ങളുടെ കുഞ്ഞിന് സൗഖ്യമായെന്ന് വെക്കുക. പക്ഷേ നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ സൗഖ്യം അല്ല. വിസായ്ക്ക് വേണ്ടി അല്ല നിങ്ങൾ ഓടുന്നത്, പ്രൊമോഷന് വേണ്ടി അല്ല ഓടുന്നത്, കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി അല്ല ഓടുന്നത്, പിള്ളേരുടെ അഡ്മിഷന് വേണ്ടി അല്ല ഓടുന്നത്.
നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങളുടെ ഓട്ടത്തിലെ ടാർഗറ്റ് ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമല്ല. നിങ്ങളുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? യേശുവിനെ പോലെ ആകാനാണ് നിങ്ങൾ ഓടുന്നത്. നിങ്ങളുടെ ടാർഗറ്റ് യേശുവാണ്. നാം യേശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ ബാക്കി എന്തെല്ലാം നേടിയാലും അതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാകുന്നില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് യേശുവിനെ കണ്ടെത്താനുള്ള ഒരു മുഖാന്തരം മാത്രമായിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഒരു മീൻസാണ്, മുഖാന്തരമാണ്. നിങ്ങളൊരു പക്ഷേ രോഗം മാറി, നിങ്ങളുടെ കടം മാറി, നിങ്ങളുടെ ശത്രുവിനെ മാറി, ശത്രുശങ്ക മാറി, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലില്ലായ്മ മാറി, ഇതൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ച് നേടിയെങ്കിലും ഇതെല്ലാം യേശുവിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മുഖാന്തരമാണ്. എന്നാൽ കാരണം ഒന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ യേശുവിനെ അനുഗമിച്ചത്? ഞാൻ യേശുവിനെ അനുഗമിച്ചതിൻ്റെ കാരണം ഞാൻ യേശുവിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നാണ് ഞാൻ മാറിപ്പോയത്. അതുകൊണ്ട് എനിക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നേലേ പറ്റുള്ളൂ. ഞാൻ എവിടെ നിന്ന് പോയി എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ളതൊന്നും അതിനകത്ത് ലക്ഷ്യമായിട്ട് വരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രക്ഷിക്കപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ പിന്നാലെ വരാനുള്ള കാരണം. അപ്പം യേശു എന്തിനു വേണ്ടിയാണ്, വേറെ രീതി പറഞ്ഞു, യേശു എന്തിനു വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നത്? യേശു ഭൂമിയിലേക്ക് വന്നത് കടക്കാരുടെ കടം വീട്ടാൻ വേണ്ടി മാത്രമൊന്നുമല്ല. കടക്കാരുടെ കടം അവൻ വീട്ടുമായിരിക്കും, അത് വേറെ കാര്യം. കടമുള്ളവർക്ക് മാത്രമാണ് യേശുവിനെ വേണ്ടിയിരുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കടം വാങ്ങിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എനിക്കൊരു ലോണും ഇല്ല, ഒന്നുമില്ല, ഇല്ലേ? അതല്ലെങ്കിൽ ജോലി വേണ്ടുന്നവർക്ക് ആണെങ്കിൽ ജോലി ഉള്ളവർ പിന്നെ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാവരും യേശുവിൻ്റെ പിന്നാലെ പോകാനുള്ള ഒരു കാരണമേ ഉള്ളൂ, അത് എല്ലാവരും പാപികളാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. വേറെ ഒരു കാര്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമാകണമെന്നില്ല. പക്ഷെ ഇക്കാര്യത്തിൽ എല്ലാവരും അംഗീകരിച്ചേ പറ്റൂ, കാരണം എല്ലാവരും പാപികളാണ്, ഇല്ലേ? അതുകൊണ്ട് എനിക്ക് യേശുവിനെ ആവശ്യമായിരിക്കുന്നതിൻ്റെ കാരണം ഞാനൊരു പാപിയാണ് എന്നുള്ളതാണ്. അങ്ങനെ പാപിയായത് കൊണ്ട് എനിക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ എന്നെ ദൈവപിതാവിങ്കിൽ നിന്ന് അകറ്റിയ, എന്നെ അടിമയാക്കിയിരുന്ന പാപത്തെ ചങ്ങലയിൽ നിന്ന് എന്നെ വിടുവിച്ച് എന്നെ സ്വതന്ത്രനാക്കി എന്നെ യേശു എന്തിനു വേണ്ടിയാണ് എൻ്റെ പാപത്തിൽ നിന്ന് വിടുവിച്ചത്? ആ പാപത്തിൽ നിന്നുള്ള വിമോചനത്തിലൂടെ മാത്രമേ എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവൻ ദൈവത്തിൽ നിന്ന് ദൂരെ ആയിപ്പോയെന്നുള്ളതാണ്. അല്ലാതെ എന്താ, വേറെ ഒന്നുമല്ല. മനുഷ്യൻ അവൻ്റെ സ്വന്തം ശക്തി കൊണ്ടും കഴിവ് കൊണ്ടും ഹ്യൂമൻലി സ്പീക്കിംഗ് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. സയൻസ് മുഖേന അല്ലെങ്കിൽ ശാസ്ത്ര ശക്തി കൊണ്ട് അവൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അവന് പിതാവായ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലാനുള്ള അവകാശം ഇല്ല. അതിനവനെ പ്രാപ്തനാക്കാൻ ഒരു ശാസ്ത്രത്തിനും കഴിയത്തില്ല. അതിനവനെ പ്രാപ്തനാക്കാൻ ഒരു സമ്പത്തിനും കഴിയത്തില്ല, ഒരു കഴിവിനും കഴിയത്തില്ല, ഒന്നിനും കഴിയത്തില്ല. അതിനവനെ പ്രാപ്തനാക്കാൻ പാപവിമോചനം നടന്നേ പറ്റൂ. അതാണ് യേശു എനിക്ക് വേണ്ടി ചെയ്തു തന്ന ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വരേണ്ടി വന്നത്. അതുകൊണ്ട് ആ യേശുവാണ് എൻ്റെ ടാർഗറ്റ്. ആ യേശുവിനെ പോലെ ആവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്, ദി ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് യുവർ ഫെയ്ത്ത്. ഫിക്സ് യുവർ ഐസ്. വേറെ എങ്ങോട്ടും നോക്കാൻ പറ്റത്തില്ല, അവനിലേക്ക് മാത്രം. എന്തുകൊണ്ട്? അതിനുവേണ്ടിയാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് തന്നെ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഞാൻ യേശുവിനെ പോലെ ആകണമെന്നാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാനൊരു 5 നില കെട്ടിടത്തിൽ ജീവിക്കണമെന്നുള്ളതൊന്നുമല്ല. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ലോകത്തിലെ ഏറ്റവും നല്ല കാറിൽ നടക്കണമെന്നുള്ളതല്ല. ചില ആളുകൾ ചോദിക്കും, ബ്രദറെ, നമ്മൾ ദൈവമക്കളല്ലേ, ദൈവത്തിന് നമ്മൾ നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലയോ? ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ ഇപ്പറയുന്നത് പോലെയുള്ള നന്നായി ജീവിക്കുക എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നറിയാമോ? ഞാൻ യേശുവിനെ പോലെ ആയിത്തീരണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ കൃത്യതയോടെ പറയുന്നു, വി ആർ പ്രീഡെസ്റ്റൈൻഡ് ടു ബി കൺഫേം ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ. അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ തക്കവണ്ണം അവൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. വി ആർ പ്രീഡെസ്റ്റൈൻഡ്. കാര്യം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ആദാം തൊട്ട്
ഇന്ന് ജനിക്കുന്ന, ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള സകല മനുഷ്യവർഗത്തെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സിലെ മോഹം, ഡിസയർ എന്താണെന്നറിയാമോ? അവരെല്ലാവരും യേശുവിനെ പോലെ ആകണമെന്നുള്ളതാണ്. കാരണം പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യനെ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ആദാം പോലും പെർഫെക്റ്റ് അല്ലായിരുന്നു. ആദാമിനെ കുറിച്ചും ദൈവത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം അവൻ യേശുവിനെ പോലെ ആകണമെന്നുള്ളതായിരുന്നു. അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ദാറ്റ് വാസ് ഹിസ് ഡിസയർ. അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് സമയമില്ല. പക്ഷേ ഏത് മനുഷ്യനെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവരെല്ലാവരും യേശുവിനെ പോലെ ആവുക എന്നുള്ളതാണ്. അവനെ പോലെ ആവുവാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ടാർഗറ്റ്, എൻ്റെ ലക്ഷ്യം, ഞാൻ ചെന്നെത്തേണ്ടതായ എൻ്റെ ആ ലക്ഷ്യം എന്ന് പറയുന്നത് അത് യേശുവാണ്. യേശുവിനെ പോലെയാകാണ്. അതാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 12-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗത്തിന് തന്നെ 10-ാമത്തെ വാക്യം, അവർ ശിക്ഷിച്ചത് കുറെ കാലത്തേക്ക് തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനുമായിട്ടാണ് ശിക്ഷിച്ചത്. നോക്കുക, എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ ശിക്ഷിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കുന്നത്? ആത്യന്തികമായി എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ഞാൻ അവൻ്റെ വിശുദ്ധി പ്രാപിക്കുക. അവനെ പോലെ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വിശുദ്ധിയിൽ പോവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവൻ്റെ ക്യാരക്ടർ. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. ആശയിച്ഛയൊക്കവേ അടക്കിയോടുകിൽ ആശ വച്ച പന്തയപ്പൊരുൾ ലഭിച്ചിടും. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂതരുണ്ടു കാത്തുകൊള്ളുവാൻ. കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടി പോകുവാൻ ബലം ധരിച്ചിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടമോടുവാൻ അനേകർ മുൻ വന്നെങ്കിലോ ലോത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നു പോയി. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടം തീരുന്നാൾ സമീപമായി, കാഹളം കേട്ടിടാൻ സമയമായി, വേഗമോടിടാം.
ഓട്ടമോടി വിശ്രമിച്ചിടും നാട്ടിൽ ചെന്നു പാട്ടുപാടി ആനന്ദിച്ചിടാം.